ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു യാത്ര പോവാണ്. യാത്രയിലുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാ, അതിൻ്റെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാം. നല്ല മഴയാണ്. കോട്ടൊക്കെ ഇട്ട് സെറ്റായിട്ടാണ് നമ്മൾ പോകുന്നത്. വേറെ എവിടെയല്ല, സൂര്യകാന്തി പൂ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് കൊയിലാണ്ടി, ബാലുശ്ശേരി, താമരശ്ശേരി വഴി നമുക്ക് ഗുണ്ടൽപേട്ടിലേക്ക് പോകാം. സൂര്യകാന്തി പൂവൊക്കെ മഴയത്ത് നശിച്ചു പോകുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിന് മുന്നേ ഒന്ന് പോയിട്ട് അത് കണ്ട് ആസ്വദിച്ച് അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് തിരിച്ചു വരാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നോക്കാം നമുക്ക് മുന്നോട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. ഞാൻ ജസ്റ്റ് സെൽഫിയൊക്കെ എടുത്ത് യാത്ര ഇങ്ങനെ ചില്ലായിട്ട് തുടരുകയാണ്. ഈ അടുത്ത് കാണുന്നത് NH66. ഇതിൻ്റെ പണി എപ്പം തീരുമെന്ന് പടച്ചോന് മാത്രമേ അറിയുള്ളൂ. ഏതാണ് പ്രകൃതി ഭംഗി, പൊളിയായിട്ടുണ്ട്. വെയിലിൻ്റെ ഒരു അംശം പോലുമില്ല, നല്ല മയക്കം. ഞാൻ പറയണ്ടല്ലോ, സെൽഫി എടുക്കലിന് ഒരു കുറവും ഉണ്ടാവില്ലല്ലോ നമ്മളെവിടെയും പോകുന്നേരം. പിന്നെ ഇത് ഞാറല്, നമ്മൾ പണ്ട് സ്കൂളിലെല്ലാം പോകുമ്പോൾ റോഡുമെന്നെല്ലാം എടുത്തിട്ട് തിന്നുന്ന സാധനമാണ് ഇത്. പക്ഷേ ഇതിവരിപ്പോൾ റോഡുമെല്ലാം വെച്ച് വെക്കുന്നുണ്ടേ. പക്ഷേ ഈ യാത്ര പൊളിയായിട്ടുണ്ട്. നമ്മൾ നല്ലോണം ആസ്വദിച്ചാണ് പോകുന്നത്. തണുപ്പൊക്കെ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. അടുത്ത പരിപാടിയാണ് ഫുഡ്. നല്ലോണം വിശക്കുന്നുണ്ട്. പറ്റിയൊരു സ്ഥലം നോക്കി നടക്കുകയാണ്. അതേപോലെ തന്നെ പറ്റിയൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. വീട്ടിലെ ഊണ് ഇലയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഇവർ ഫുഡൊക്കെ സെർവ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ചോറ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറേ തരങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെ പേരും എനിക്ക് അറിയില്ല. ഇത് ബീട്രൂട്ടിൻ്റെ എന്തോ ആണ്. പിന്നെ ഇത് ചമ്മന്തിയാണ്, അച്ചാറുണ്ട്. അതേപോലെ വേറെ എന്തോ ഒരു സാധനമാണിത്, അതെനിക്കറിയില്ല. ഉപ്പേരിയാണിത്. അപ്പം അതേപോലെ വേറെ എന്തോ ഒരു സാധനം കൂടി ഉണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതാ പപ്പടം ഉണ്ട്, സാമ്പാറും കൂടെ അവർ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വെള്ളം അപ്പുറം ഒഴിക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ ഇതിൻ്റെ കൂടെ മീനും കൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മൾ നല്ലോണം സൽക്കരിക്കുന്നുണ്ട്. ഫുഡ് എങ്ങനെയുണ്ട്, ഫുഡ് ഓക്കെ ആണോ, ഇനി എന്തെങ്കിലും വേണോ എന്നൊക്കെ ഉള്ളത്. ഇതാ നമ്മൾ മാന്തലാണ്, അതും കൂടെ വാങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെ നല്ല അടിപൊളി ഫുഡായിരുന്നു. ഈ ചേട്ടൻ, ഇവരാണ് അവിടുത്തെ ഹൈലൈറ്റ്. ഇവർ നമ്മളെ അടുത്ത് വന്ന് ഫുഡിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ എടുത്ത് ബിസിനസ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് മൂപ്പർക്ക് നല്ലോണം അറിയാം. മനസ്സും വയറും ഒക്കെ നിറഞ്ഞ് നമ്മൾ യാത്ര ഇങ്ങനെ തുടരുകയാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഒടുങ്ങാങ്കാവ് പള്ളി എത്തുന്നതിനെക്കാട്ടും മുന്നെയാണ്. പിന്നെ പള്ളിയിൽ നമുക്ക് അവിടെ സ്കാനറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു പള്ളി എത്തുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എവിടെ എത്തി എന്നുള്ളത്. ഇനി ചുരം കയറലാണ് അടുത്തത്. ചുരം കയറുമ്പോൾ തന്നെ മഴ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ചുരം ഇറങ്ങി വരുന്ന KSRTC ബസ്സും പിന്നെ മഴയും അടിപൊളിയായിട്ടുണ്ട്.
ഈ കോട കാണാനാണ് വയനാട് വരാറ്. ഒരിക്കലും കാണാൻ പറ്റാറില്ല. ഇന്ന് അതിനെല്ലാം വിപരീതമായി കോട നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ടൈം കിട്ടുവാണെങ്കിൽ ഫ്രീ ആവുന്ന സമയത്ത് എല്ലാവരും വന്നിട്ട് ഈ കാഴ്ച ഒന്ന് കാണണം. അത്രയ്ക്ക് അടിപൊളിയാണ്. പിന്നെ നമ്മൾ ഈ ഒരു സ്പോട്ട് ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാറുണ്ട്. അതേപോലെ ഞാനും അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല അവിടെ നിന്ന് ഇതങ്ങനെ താഴോട്ടേക്ക് നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഫുള്ള് കോടയാണ്. ഞാൻ നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ചിട്ടുണ്ട് കോട കേട്ടാ. പിന്നെ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ സൂര്യകാന്തി പോവാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ യാത്ര ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ എന്താക്കണം, നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഓക്കെ, ബൈ, താങ്ക് യു.